Welcome to today's chemistry class. ഇന്ന് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൻ്റെ 7th പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സം മോളിക്യൂൾസ് ഹാവിങ് ലോൺ പെയർ ആൻഡ് ബോണ്ട് പെയർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് എക്സാമ്പിൾ സൾഫർ ഡയോക്സൈഡ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സൾഫർ ഡയോക്സൈഡ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. സൾഫർ ഡയോക്സൈഡിൻ്റെ ഷേപ്പ് ബെൻഡ് ഷേപ്പാണ് വരുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു VSEPR തിയറി the geometry is AX2E അല്ലെങ്കിൽ AB2E കാറ്റഗറിയിലാണ് വരുന്നത്. ആക്ച്വലി അത് AB3 കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷേ ഒരു ലോൺ പെയറിൻ്റെ പ്രസൻസ് കാരണമാണ് അത് AB2E അല്ലെങ്കിൽ AX2E കാറ്റഗറിയിൽ വരുന്നത്. അവിടെ 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമാണ് വരുന്നത്. ഇനി ഇത് AB3 കാറ്റഗറിയിലായിരുന്നെങ്കിൽ അതിൻ്റെ ഷേപ്പ് ട്രൈഗണൽ പ്ലാനാർ ഷേപ്പാണ്. പക്ഷെ നമുക്കിവിടെ കിട്ടുന്നത് ബെൻഡ് ഷേപ്പ് എന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൾഫറിലെ ലോൺ പെയർ ഓക്സിജൻ്റെ ബോണ്ട് പെയേഴ്സിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ നടക്കുന്നുണ്ട്. അത് ട്രൈഗണൽ പ്ലാനാർ സ്ട്രക്ചർ ആയിരുന്നെങ്കിൽ അവിടെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ 120 ഡിഗ്രിന്ന് സ്ലൈറ്റ്ലി ഒന്ന് കുറയുകയാണ്. അതിൻ്റെ കാരണം ഈ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനാണ്. സൾഫറിലുള്ള ലോൺ പെയർ ഓക്സിജനിലെ ബോണ്ട് പെയേഴ്സിനെ റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷൻ കാരണം 120 ഡിഗ്രിന്ന് 1 ഡിഗ്രിയോളം കുറയുകയാണ്. 1 ഡിഗ്രി ഇല്ല, 0.5 ഡിഗ്രിയാണ്. 119.5 ഡിഗ്രി, ടെക്സ്റ്റിൽ 119.5 ഡിഗ്രി എന്ന് കാണാം. അപ്പോൾ അവിടെ 0.5 ഡിഗ്രി റെഡ്യൂസ്ഡ് ആവുകയാണ്. അതിൻ്റെ കാരണം ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനാണ്. അപ്പോൾ സൾഫർ ഡയോക്സൈഡിൽ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ നടക്കുന്നത് കാരണമാണ് അവിടെ ട്രയഗണൽ പ്ലാനാർ ഷേപ്പിൽ നിന്ന് ബെൻഡ് ഷേപ്പിലേക്ക് മാറുന്നത്. നെക്സ്റ്റ് നമുക്ക് NH3 മോളിക്യൂളിൻ്റെ എക്സാമ്പിൾ എടുക്കാം. NH3 മോളിക്യൂളിൻ്റെ ഷേപ്പ് ട്രയഗണൽ പിരമിഡൽ ഷേപ്പാണ്. ആൻഡ് ദ ജിയോമെട്രി എന്ന് പറയുന്നത് AX3E കാറ്റഗറിയിലാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ AB3E കാറ്റഗറി എന്നും വിളിക്കാം. ഇത് ആക്ച്വലി അത് AX4 ആണ് വരുന്നത്. അതിൽ ഒരു എക്സിന് പകരം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വരുന്നത് കാരണമാണ് അത് AX3E കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് AX4 കാറ്റഗറി ആയിരുന്നെങ്കിൽ അവിടെ ടെട്രാഹിഡ്രൽ ജിയോമെട്രിയാണ് വരിക. ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രിയാണ് വരിക. പക്ഷേ ഇവിടെ ബോണ്ട് ആംഗിൾ 107 ഡിഗ്രിയാണ് കാണുന്നത്. ആൻഡ് ഷേപ്പ് ടെട്രാഹിഡ്രലിന് മാറിയിട്ട് ട്രൈഗണൽ പിരമിഡൽ ഷേപ്പിലേക്ക് വരും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നൈട്രജനിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ലോൺ പെയർ ഈ ബോണ്ട് പെയറിനെ റിപ്പൽ ചെയ്യും. ഈ ലോൺ പെയർ ഈ ബോണ്ട് പെയറിനെയും റിപ്പൽ ചെയ്യും. ഈ ലോൺ പെയർ ഇതിനെയും റിപ്പൽ ചെയ്യും. അങ്ങനെ 3 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ നടക്കും. ആ റിപ്പൽഷൻ നടക്കുന്നത് കാരണം ഇവിടെ 2 ഡിഗ്രിയോളം ബോണ്ട് ആംഗിൾ റെഡ്യൂസ്ഡ് ആവുകയാണ്. ടെട്രാഹിഡ്രലിലെ 109.5 ഡിഗ്രി എന്നാണ് 107 ഡിഗ്രിയിലേക്ക് റെഡ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ ആ റിഡക്ഷൻ്റെ കാരണം എന്ന് പറയുന്നത് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനാണ്. സോ ദ ജിയോമെട്രി ഓഫ് NH3 മോളിക്യൂൾ ഈസ് ട്രൈഗണൽ പിരമിഡൽ. നെക്സ്റ്റ് നമുക്ക് വാട്ടർ മോളിക്യൂളിൻ്റെ ഷേപ്പ് നോക്കാം. അക്കോർഡിംഗ് ടു VSEPR തിയറി ദ ജിയോമെട്രി ഈസ് AX2E2 കാറ്റഗറി ഓർ വി ക്യാൻ സേ AB2E2 കാറ്റഗറി. പക്ഷേ ഇവിടെ AB2E2 ആയാലും AX2E2 ആയാലും ആക്ച്വലി ഇറ്റ് ഈസ് AX4 കാറ്റഗറിയിൽ 2 ലോൺ പെയർ വരുമ്പോഴാണ് അത് AX2E2 ആയിട്ട് മാറുന്നത്. അപ്പോൾ അവിടെ 2 ബോണ്ട് പെയറും ഉണ്ട്, 2 ലോൺ പെയറും ഉണ്ട്. അപ്പോൾ ടെട്രാഹിഡ്രൽ ജിയോമെട്രി വേണ്ട സ്ഥലത്ത് അത് ബെൻഡ് ജിയോമെട്രിയിലേക്ക് വരിക, ബെൻഡ് ഷേപ്പിലേക്ക് വരികയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂളിൽ ലോൺ പെയർ 2 എണ്ണമാണ് വരുന്നത്. 2 ലോൺ പെയറും ഉണ്ട്, 2 ബോണ്ട് പെയറും ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് VSEPR തിയറിയിലെ പോസ്റ്റ്ലേറ്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ലോൺ പെയർ റിപ്പൽഷൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഏറ്റവും കൂടുതൽ. അതിനുശേഷം ലോൺ പെയർ ബോണ്ട് പെയർ, അതിനുശേഷമാണ് ബോണ്ട് പെയർ റിപ്പൽഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ലോൺ പെയറുകൾ 2 എണ്ണം ഉണ്ട്. അവർ തമ്മിൽ എന്തായാലും റിപ്പൽഷൻ നടക്കും. ഇൻറ്റൻസിറ്റി കൂടിയ സ്ട്രോങ് ആയിട്ടുള്ള റിപ്പൽഷനാണ് നടക്കുക. പിന്നെ അതിന് പുറമെ ഇവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനും നടക്കുന്നുണ്ട്. ഈ 2 ലോൺ പെയേഴ്സും ഈ 2 ബോണ്ട് പെയേഴ്സിനെയും റിപ്പൽ ചെയ്യും. അതിന് പുറമെ ലോൺ പെയർ റിപ്പൽഷനും നടക്കുന്നുണ്ട്. അത് കാരണമാണ് ഇവിടെ 5 ഡിഗ്രിയോളം
റെഡ്യൂസ്ഡ് ആവുന്നത്. 109.5 ഡിഗ്രി വരേണ്ട സ്ഥലത്താണ് 104.5 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഇവിടെ ടെട്രാഹിഡ്രൽ ജോമെട്രി വേണ്ട സ്ഥലത്ത് ഇവിടെ ബെൻഡ് ഷേപ്പിലേക്ക് വരികയാണ് വാട്ടർ മോളിക്യൂൾ. സോ ദ ഷേപ്പ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഈസ് ബെൻഡ് ഷേപ്പ്. നെക്സ്റ്റ് നമ്മൾ SF4 മോളിക്യൂളിൻ്റെ ജോമെട്രിയാണ് നോക്കുന്നത്. അതിൻ്റെത് AX4E കാറ്റഗറിയിലാണ് വരിക. ആൻഡ് ദ ഷേപ്പ് ഈസ് സീസോ ഷേപ്പ്. ആക്ച്വലി അത് AX5 ആയിരുന്നു. അതിലെ 5th ആറ്റത്തിന് പകരം ബോണ്ടിന് പകരം അവിടെ ലോൺ പെയർ ആണ് വരുന്നത്. അപ്പോൾ ഈ ലോൺ പെയറിനെ നമുക്ക് 2 പൊസിഷൻസിൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ അതിന് ആക്സിയൽ പൊസിഷനിൽ നിൽക്കാം, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പൊസിഷനിൽ നിൽക്കാം. ഈ 2 ഷേപ്സും നമുക്കൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം. ഈ 2 ഷേപ്പിൽ റിപ്പൽഷൻ കൂടിയത് ലെസ് സ്റ്റേബിൾ ആയിരിക്കും, റിപ്പൽഷൻ കുറവുള്ളതായിരിക്കും മോർ സ്റ്റേബിൾ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇവിടെ റിപ്പൽഷൻ നടക്കുക എന്ന് നോക്കാം. സൾഫറിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണ് ബോണ്ട് പെയറിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ആക്സിയൽ പൊസിഷനിലെ ലോൺ പെയർ ഇക്വറ്റോറിയൽ പൊസിഷനിലെ ബോണ്ട് പെയറിനെ റിപ്പൽ ചെയ്യും. കാരണം ഇവിടെ ചെറിയ ആംഗിളാണ്, 90 ഡിഗ്രി മാത്രമാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു റിപ്പൽഷൻ വരുന്നുണ്ട്. പിന്നെ ഈ ആക്സിയൽ പൊസിഷൻ ഈ ഇക്വറ്റോറിയൽ പൊസിഷനിൽ ബോണ്ട് പെയറിനെ റിപ്പൽ ചെയ്യും. വീണ്ടും 90 ഡിഗ്രിയിൽ റിപ്പൽഷൻ നടന്നു. പിന്നെ ഈ ആക്സിയൽ പൊസിഷനിലെ ലോൺ പെയർ ഈ ബോണ്ട് പെയറിനെയും റിപ്പൽ ചെയ്യും. അതും 90 ഡിഗ്രിയിലാണ് വരുന്നത്. അപ്പോൾ ദർ ആർ 3 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ അറ്റ് 90 ഡിഗ്രി ആൻഡ് 1 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ അറ്റ് 180 ഡിഗ്രി. അതായത് ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയറും തമ്മിലും റിപ്പൽഷൻ ഉണ്ടാവും. പക്ഷെ അത് കമ്പാരിറ്റീവ്ലി നല്ല ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ബാക്കി 3 റിപ്പൽഷനേക്കാളും ഇൻറ്റൻസിറ്റി കുറവായിരിക്കും ഇത് രണ്ടും തമ്മിലുള്ള റിപ്പൽഷൻ. ഇനി നമുക്ക് അടുത്ത ഷേപ്പ് നോക്കാം. ഈ ഷേപ്പിൽ ഇവിടെ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് ലോൺ പെയർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വറ്റോറിയൽ പൊസിഷനിലെ ലോൺ പെയർ ഈ ബോണ്ട് പെയറിനെ റിപ്പൽ ചെയ്യും ആക്സിയൽ പൊസിഷനിലുള്ള. അപ്പോൾ അത് 90 ഡിഗ്രിയിൽ ഒരു റിപ്പൽഷനായി. ഇനി ഈ ഇക്വറ്റോറിയൽ പൊസിഷനിലെ ലോൺ പെയർ ഈ ആക്സിയൽ പൊസിഷനിലെ ബോണ്ട് പെയറിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ വീണ്ടും 90 ഡിഗ്രിയിൽ റിപ്പൽഷൻ നടന്നു. അപ്പോൾ ദർ ആർ 2 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ അറ്റ് 90 ഡിഗ്രി ആൻഡ് ഈ ലോൺ പെയർ ഇവിടെ ഇക്വറ്റോറിയൽ പൊസിഷനിലെ ബോണ്ട് പെയറിനെ റിപ്പൽ ചെയ്യും. പക്ഷേ ഇവിടെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ഉണ്ട്, കുറച്ചും കൂടി ഡിസ്റ്റൻസ് കൂടുതലാണ് ഇത് രണ്ടും തമ്മിൽ. അപ്പോൾ റിപ്പൽഷൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പൽഷൻ ഉണ്ട്. അതേപോലെ ഈ ലോൺ പെയർ ഇതിനെ റിപ്പൽ ചെയ്യും, അതും 120 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. സോ ദർ ഈസ് 2 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ അറ്റ് 180 ഡിഗ്രി. നമുക്കിത് പറയുമ്പോൾ നിങ്ങൾക്ക് 3 ഡയമെൻഷണൽ ഇമാജിനേഷൻ നിങ്ങളെ മനസ്സിലേക്ക് വരണം, എന്നാലേ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഷേപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഷേപ്പിലാണ് റിപ്പൽഷൻ കുറവ്. ഇവിടെ അടുത്താണ് 90 ഡിഗ്രിയിൽ 3 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ നടക്കുകയെങ്കിൽ ഇവിടെ 90 ഡിഗ്രിയിൽ 2 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനെ നടക്കണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ക്ലോസസ്റ്റ് റിപ്പൽഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് എത്രത്തോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഷേപ്പാണ് കുറച്ചും കൂടി സ്റ്റേബിൾ. ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുക സീസോ ഷേപ്പാണ്. ആക്ച്വലി ഇതാണ് സീസോ ചെരിച്ച് വെച്ച പോലെയാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത്. ഇത് സീസോൻ്റെ 2 കാലാണ്, ഇത് സീസോൻ്റെ ഇരിക്കുന്ന പൊസിഷനാണ്. അപ്പോൾ സീസോ ചെരിച്ച് വെച്ച പോലെയാണ് ഈ പിക്ചർ വരുന്നത്. അപ്പോൾ ആ ഒരു ഇമാജിനേഷൻ നിങ്ങളെ മനസ്സിലേക്ക് വരണം. അത് SF4 മോളിക്യൂളിൻ്റെ ഷേപ്പ് സീസോ ഷേപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ClF3 മോളിക്യൂളാണ് ആൻഡ് ദ ജോമെട്രി ഈസ് AX3E2 ടൈപ്പ് ആൻഡ് ഇറ്റ് ഈസ് T ഷേപ്പ്. ആക്ച്വലി അത് AB5 കാറ്റഗറിയിലാണ് വരിക. പക്ഷെ അവിടെ 2 B ആറ്റം അല്ലെങ്കിൽ 2 X ആറ്റത്തിന് പകരം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വൽ ജോമെട്രിയിൽ ഇവിടെ നമുക്ക് പല രീതിയിൽ ഈ ലോൺ പെയർസിനെ അറേഞ്ച് ചെയ്യാം. ആദ്യത്തെ 3 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ആദ്യത്തേൽ ലോൺ പെയർസ് രണ്ടും ഇക്വറ്റോറിയൽ പൊസിഷനിൽ വരും. അടുത്തതിൽ ഒരു ലോൺ പെയർ ആക്സിയൽ പൊസിഷനിലും അടുത്തത് ഇക്വറ്റോറിയൽ പൊസിഷനിലും. അടുത്തതിൽ രണ്ടും ആക്സിയൽ പൊസിഷനിൽ വരും. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ഏതാന്ന് നോക്കാം. നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഷേപ്പിനെയാണ്, T ഷേപ്പ് എന്നാണ് ഇതിനെ വിളിക്കുക. ഈ ഷേപ്പ് എന്തുകൊണ്ടാണ് മോർ സ്റ്റേബിൾ ആവാൻ കാരണം നോക്കാം.
നമുക്ക് 90 ഡിഗ്രിയിലെ റിപ്പൾഷൻ മാത്രം ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കുക. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 90 ഡിഗ്രിയിൽ ClF3 molecule, there is 2 lone pair bond pair repulsion at 90 degree. Then ഇവിടെ ഈ bond pair repulsion. Bond pairs തമ്മിൽ 90 ഡിഗ്രിയിൽ റിപ്പൾഷൻ ഉണ്ട്. ഈ ബോണ്ട് പെയറും 90 ഡിഗ്രിയിലുണ്ട്. അതേപോലെ ഈ ബോണ്ട് പെയറും ഇതും 90 ഡിഗ്രിയിൽ റിപ്പൾഷൻ വരും. ഇനി ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ നോക്കാം. ഈ ഇക്വറ്റോറിയൽ പൊസിഷനിലെ ലോൺ പെയർ ഈ ആക്സിയൽ പൊസിഷനുമായിട്ട് 90 ഡിഗ്രിയിൽ റിപ്പൾഷൻ ഉണ്ട്. അതേപോലെ ഇതുമായിട്ടും 90 ഡിഗ്രിയിൽ റിപ്പൾഷൻ വരും. അതേ രീതിയിൽ ഇത് ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഇതുമായിട്ട് 90 ഡിഗ്രിയിൽ വരും. ഈ ഇക്വറ്റോറിയൽ പൊസിഷനിലെ ലോൺ പെയർ ഈ ആക്സിയൽ പൊസിഷനിലെ ബോണ്ട് പെയറുമായിട്ടും 90 ഡിഗ്രിയിൽ വരും. സോ ദർ ആർ 4 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ അറ്റ് 90 ഡിഗ്രി. അത് ഈ ഷേപ്പിൽ അങ്ങനെയാണ് വരിക. അടുത്ത ഷേപ്പിലേക്ക് പോവാം. ഇവിടെ 2 ബോണ്ട് പെയർ റിപ്പൾഷൻ അറ്റ് 90 ഡിഗ്രി ഉണ്ട്. 2 ബോണ്ട് പെയർ റിപ്പൾഷൻ ആണ്. പിന്നെ 3 ബോണ്ട് പെയർ റിപ്പൾഷൻ ആൻഡ് 1 ലോൺ പെയർ റിപ്പൾഷൻ അറ്റ് 90 ഡിഗ്രി. അതാണ് ഇത്. ഈ ലോൺ പെയറും തമ്മിൽ 90 ഡിഗ്രിയിൽ റിപ്പൾഷൻ ഉണ്ട്. അപ്പോൾ ലോൺ പെയർ ഇൻറ്റൻസിറ്റി കൂടുതലാണ്. അത് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോൺ പെയർ റിപ്പൾഷൻ ഈസ് മോർ, അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് 90 ഡിഗ്രിയിൽ, അതായത് ക്ലോസസ്റ്റ് ആംഗിളിൽ വന്നു കഴിഞ്ഞു. ഇവിടെ 120 ഡിഗ്രീൻ്റെ ഡിഫറൻസ് ഉണ്ട് ലോൺ പെയർസ് തമ്മിൽ. ഇവിടെ 90 ഡിഗ്രീൻ്റെ വ്യത്യാസം വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും, റിപ്പൾസീവ് ഇൻട്രാക്ഷൻ കൂടുതലായതുകൊണ്ട്. ഇനി ഈ സ്ട്രക്ചറിലേക്ക് പോവാം. ഇവിടെ ലോൺ പെയർസ് മാക്സിമം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, 180 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. സ്റ്റിൽ നമ്മൾ ഈ സ്ട്രക്ചറിനെ സ്റ്റേബിൾ ആണെന്ന് പറയണില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും 180 ഡിഗ്രിയിൽ, ലോൺ പെയർസ് തമ്മിൽ ലോൺ പെയർ റിപ്പൾഷൻ 180 ഡിഗ്രിയിൽ വന്നാൽ പോലും ഇവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ 6 ലോൺ പെയർ 6 ലോൺ പെയർ റിപ്പൾഷൻ വരുന്നുണ്ട് 90 ഡിഗ്രിയിൽ. ഈ ലോൺ പെയർ ഈ ഇക്വറ്റോറിയൽ പൊസിഷനിലെ 3ഉമായിട്ടും റിപ്പൾഷൻ നടക്കും. 3ഉം 90 ഡിഗ്രിയിലാണ് വരുന്നത്. അതേപോലെ ഈ ലോൺ പെയർ ഈ ഇക്വറ്റോറിയൽ പൊസിഷനിലെ 3ഉമായിട്ടും 90 ഡിഗ്രിയിൽ റിപ്പൾഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ 6 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലോൺ പെയർസ് മാക്സിമം ഡിസ്റ്റൻസിൽ ആയിട്ട് അതിന് സ്റ്റെബിലിറ്റി കൂടാനൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 6 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ വരുന്നത് കാരണം അതിൻ്റെ സ്റ്റെബിലിറ്റി ഫസ്റ്റ് സ്ട്രക്ചറിനേക്കാളിലും കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് സ്ട്രക്ചറിൽ there are only 4 lone pair bond pair repulsion at 90 degree. അത് കാരണമാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനെ മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഷേപ്പ് ഈസ് ടി ഷേപ്പ്. അതിനെ നമ്മൾ ടി ഷേപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ClF3 നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ, അതിൻ്റെ ഷേപ്പ് ടി ഷേപ്പാണെന്ന് പഠിച്ചിട്ടേ ഉള്ളൂ. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ ദ സെൻട്രൽ ആറ്റം. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ ദ സെൻട്രൽ ആറ്റം. അപ്പോൾ ഇവിടെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ക്ലോറിനാണ്. അതിൽ 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഇനി നമ്പർ ഓഫ് ആറ്റംസ് ലിങ്ക്ഡ് ടു ഇറ്റ് ബൈ സിംഗിൾ ബോണ്ട്. ഇവിടെ ക്ലോറിൻ ഈസ് ലിങ്ക്ഡ് ടു 3 ഫ്ലൂറിൻ ആറ്റംസ്. അതുകൊണ്ടാണ് ഇവിടെ 3 എന്ന് വരുന്നത്. 3 ഫ്ലൂറിനുമായിട്ട് ബോണ്ടഡ് ആണ്, അതുകൊണ്ട് 3 എന്ന് വരും. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് അറൗണ്ട് ക്ലോറിൻ ആറ്റം. ഇത് വെച്ചിട്ട് നമുക്ക് ക്ലോറിൻ്റെ ചുറ്റും എത്ര ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം, അത് 7 ആണെന്ന് കണ്ടു, പ്ലസ് 3, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ടു വിച്ച് ഇറ്റ് ഈസ് ബോണ്ടഡ്. അപ്പോൾ 7 + 3 ചെയ്യുക, ഡിവൈഡ് ഇറ്റ് ബൈ 2. അപ്പോൾ നമുക്ക് ഇവിടെ 5 എന്ന് കിട്ടും. അപ്പോൾ 5 പെയേഴ്സ് ഇലക്ട്രോൺ പെയേഴ്സ് ക്ലോറിൻ്റെ ചുറ്റും ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി അതിൽ
ഈ ഒരു മോളിക്കുലാർ ഫോർമുലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 3 ബോണ്ട് പെയർ ആണ്. കാരണം 3 ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം 3 ബോണ്ട് പെയർ ആണെന്ന് മനസ്സിലായി. ബാക്കി എത്ര ഉണ്ട്? 5 3 പോയി കഴിഞ്ഞാൽ 2 അല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ ബാക്കി 2 ലോൺ പെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ആ ഷേപ്പിലേക്ക് വരാം. AB3E2 ലോൺ പെയർ 2 അല്ലേ, അതുകൊണ്ടാണ് E2 എന്ന് വരുന്നത്. ബോണ്ട് പെയർ 3 അല്ലേ, അതുകൊണ്ടാണ് B3 എന്ന് വരുന്നത്. സോ ദ ഷേപ്പ് ഈസ് AB3E2 കാറ്റഗറിയിൽ വരും. അതേ നമുക്ക് ഈ കാൽക്കുലേഷന് അത്ര വരെ നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ബാക്കി നമ്മൾ പഠിച്ചു വെക്കണം. AB3E2 എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പാണെന്ന് പഠിച്ചു വെക്കണം. T ഷേപ്പ്, അതാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞത്. ഏതാണ് കാറ്റഗറി, അതിൻ്റെ ഷേപ്പ് ഏതാണെന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ വഴി നമുക്ക് ആ ഷേപ്പിലേക്ക് എത്താവുന്നതാണ്. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കാം. BrF5. അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം, അത് 7 ആണ്. കാരണം ഹാലോജൻ ഫാമിലി ആണല്ലോ, അപ്പോൾ 7. നമ്പർ ഓഫ് ആറ്റംസ് ടു വിച്ച് ഇറ്റ് ഈസ് ബോണ്ടഡ്, സിംഗിൾ ബോണ്ടുമായിട്ട് എത്ര ആറ്റംസ് ആയിട്ട് ബോണ്ടഡ് ആണ്? BrF5 അല്ലേ, അപ്പോൾ 5 ഫ്ലൂറിനുമായിട്ട് ബോണ്ടഡ് ആണ്. സോ ഇറ്റ് ഈസ് 5, 5 ആണ് വരിക. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് അറൗണ്ട് ബ്രോമിൻ കാണാൻ വേണ്ടിയിട്ട് 7 + 5, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 6 കിട്ടും. 12/2 കിട്ടും. ദാറ്റ് ഈസ് 6. ദാറ്റ് മീൻസ് 6 ഇലക്ട്രോൺ പെയേഴ്സ് ആർ ദെയർ അറൗണ്ട് ബ്രോമിൻ. ഇനി അതിൽ 5 ബോണ്ട് പെയർ ആണ് നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് മനസ്സിലാവും. കാരണം 5 ഇലക്ട്രോൺ പെയർസ് ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ ദർ ആർ 5 ബോണ്ട് പെയേഴ്സ്. ബാക്കി 5, 6 5 പോയി കഴിഞ്ഞാൽ പിന്നെ 1 ആണുള്ളത്. അതെന്തായിരിക്കും? ലോൺ പെയർ ആയിരിക്കും. സോ ദ ടൈപ്പ് ഈസ് AB5E. AB5E ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇറ്റ് ഈസ് സ്ക്വയർ പിരമിഡ്. അതിൻ്റെ ഷേപ്പ് സ്ക്വയർ പിരമിഡ് ആണെന്ന് പഠിച്ചു. അടുത്ത എക്സാമ്പിൾ NH2-. അപ്പോൾ നമുക്ക് ഈ മൈനസും പ്ലസും വരുന്ന കേസിൽ എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ നമ്മൾ സെൻട്രൽ ആറ്റത്തിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് നോക്കാം. നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം, അപ്പോൾ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി നമ്പർ ഓഫ് ആറ്റംസ് ടു വിച്ച് ഇറ്റ് ഈസ് ലിങ്ക്ഡ്, 2 ഹൈഡ്രജനുമായിട്ടല്ലേ ലിങ്ക് ചെയ്തിട്ടുള്ളത്. സോ 2 എന്ന് എഴുതാം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് അറൗണ്ട് നൈട്രജൻ, നൈട്രജൻ്റെ ചുറ്റും എത്ര ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്? അതിന് നമ്മൾ ചെയ്യേണ്ടത് 5 + 2 ചെയ്യുക. എന്നിട്ട് ഈ മൈനസ് ചാർജ് കൊടുത്തില്ലേ, NH2- എന്നാണ്, മൈനസ് ഒരു നെഗറ്റീവ് ചാർജ് ഇതിലുണ്ട്, അതും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് കൗണ്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ടാണ് ആ ടോട്ടലിനെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ 5 + 2 + 1 ദാറ്റ് ഈസ് 8 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പം 4 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് നൈട്രജൻ്റെ ചുറ്റും എന്ന് മനസ്സിലായി. അതിൽ 2 ബോണ്ട് പെയർ ആണ്. കാരണം 2 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ യൂസ് ചെയ്തു. സോ ബോണ്ട് പെയർ 2, ബാക്കി 2 ലോൺ പെയർ ഉണ്ടായിരിക്കും. കാരണം ടോട്ടൽ 4 പെയേഴ്സ് ആണല്ലോ, അതിൽ 2 ബോണ്ട് പെയർ ആണെങ്കിൽ ബാക്കി 2 ലോൺ പെയർ ആയിരിക്കും. അപ്പോൾ സോ ദ ജോമെട്രി AB2E2 ആണ്. അത് ബെൻ ഷേപ്പാണ്. വാട്ടർ മോളിക്യൂളിലുള്ള പോലെ തന്നെ 2 ലോൺ പെയർസ് ഉണ്ട്, ബെൻ ഷേപ്പാണ് വരിക. ഇനി പോസിറ്റീവ് ചാർജുള്ള കേസിൽ എങ്ങനെയാണ് വരിക നോക്കാം. ഇവിടെ സെൻട്രൽ ആറ്റമായിട്ട് വരുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജനിലെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 6 ആണ് എന്നറിയാം. നമ്പർ ഓഫ് ആറ്റംസ് ലിങ്ക്ഡ് ടു ഇറ്റ് ബൈ സിംഗിൾ ബോണ്ട്, 3 ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതുക. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് അറൗണ്ട് ഓക്സിജൻ, ഓക്സിജൻ്റെ ചുറ്റും എത്ര ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് നോക്കാം. അപ്പോൾ 6 + 3. ഇനി അവിടെ ഒരു പ്ലസ് ചാർജ് കാണുന്നുണ്ട്, H3O+ എന്നാണ്, ഒരു പ്ലസ് ചാർജ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അത് മൈനസ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇതൊന്ന് മൈനസ് ചെയ്യണം. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജേ ഉള്ളൂ, അതുകൊണ്ട് -1 എന്ന് ചെയ്യുക. ഡിവൈഡ് ഇറ്റ് ബൈ 2. സോ വി ഗെറ്റ് 4. That means oxygen has 4 pairs of electrons. അതിൽ 3 ബോണ്ട് പെയർ ആണ്, അത് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ യൂസ് ചെയ്തു.
സോ ബോണ്ട് പെയർ ഈസ് ഈക്വൽ ടു 3. ലോൺ പെയർ അപ്പോൾ എത്ര വരും? 1. സോ ദ type is AB3E and the geometry is trigonal pyramidal geometry. Next, BeCl2ൻ്റെ കേസ് നോക്കാം. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം ബെറിലിയം ആണല്ലോ, അപ്പോൾ 2 ആണ് വരിക. പിന്നെ അടുത്തത് നമ്പർ ഓഫ് ആറ്റംസ് ലിങ്ക്ഡ് ടു ഇറ്റ് ബൈ സിംഗിൾ ബോണ്ട്. 2 ക്ലോറിനുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തത്, സോ 2 ആണ് അവിടെ വരിക. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് അറൗണ്ട് ബെറിലിയം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 + 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2, അപ്പോൾ 2 എന്ന് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബോണ്ട് പെയർ എത്ര ഉണ്ട് നോക്കാം. 2 ക്ലോറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, അപ്പോൾ 2 എണ്ണം ബോണ്ട് പെയർ. ഇനി ബാക്കി ലോൺ പെയർ ഉണ്ടോ? ടോട്ടൽ 2 പെയേഴ്സേ അതിൻ്റെ ചുറ്റുള്ളൂ, രണ്ടും ബോണ്ട് പെയർ ആണ്, അപ്പോൾ ലോൺ പെയർ ഈസ് ഈക്വൽ ടു 0. സോ ദ കാറ്റഗറി എന്ന് പറയുന്നത് AB2 ആണ്. AB2 എന്ന് പറയുമ്പോൾ ലീനിയർ ഷേപ്പ്. നെക്സ്റ്റ് BCl3 മോളിക്യൂളാണ്. അവിടെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ബോറോൺ ആണ്, സോ 3 ആണ് അത് വാലൻസ് ഇലക്ട്രോൺസ് വരിക. നമ്പർ ഓഫ് ആറ്റംസ് ലിങ്ക്ഡ് ടു ഇറ്റ് ബൈ സിംഗിൾ ബോണ്ട്, 3 ക്ലോറിനാണ് അതിലേക്ക് ബോണ്ടഡ് ആയി നിൽക്കുന്നത്, സോ സെക്കൻഡ് ഈസ് 3 എന്ന് നമുക്ക് കിട്ടും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് അറൗണ്ട് ബോറോൺ, സോ 3 + 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ബോറോണിൻ്റെ ചുറ്റും 3 പെയേഴ്സ് ഉണ്ട്, ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി. അതിൽ 3ഉം ബോണ്ട് പെയർ ആണ്, അപ്പോൾ ലോൺ പെയർ ഈസ് ഈക്വൽ ടു 0. സോ AB3 ആണ്, ട്രൈഗണൽ പ്ലാനാർ ഷേപ്പാണ് വരിക. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പ് പഠിച്ചു വെച്ചാൽ അതിന്ന് നമുക്ക് ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് VSEPR തിയറിയാണ് പറയണത്. ഈ VSEPR തിയറീൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് VSEPR തിയറി ഗിവ്സ് ദ ജിയോമെട്രി ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് ബട്ട് ഇറ്റ് ഹാസ് ലിമിറ്റഡ് ആപ്ലിക്കേഷൻ. നമ്മൾ പല മോളിക്യൂൾസിൻ്റെയും ജിയോമെട്രി കറക്റ്റായിട്ട് ഇതിന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് VSEPR തിയറി യൂസ് ചെയ്തിട്ട്. പക്ഷേ സ്റ്റിൽ പല മോളിക്യൂൾസിൻ്റെയും ജിയോമെട്രി ഇവിടെ കറക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെ 2 തിയറീസ് വന്നത്. ടു ഓവർകം ദീസ് ലിമിറ്റേഷൻസ് ദ 2 ഇമ്പോർട്ടൻറ്റ് തിയറീസ് ബേസ്ഡ് ഓൺ ക്വാണ്ടം മെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ്. അതെന്ന് പറയുന്നത് വാലൻസ് ബോണ്ട് തിയറി VBT ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ജിയോമെട്രിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ VSEPR തിയറി ഇത്രയേ ഉള്ളൂ.